2016 ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് നിഷേധിക്കാൻ കഴിയുക. ആ ഗവൺമെന്റ് കേരളത്തിൽ വന്നപ്പോ 600 രൂപയുണ്ടായിരുന്ന ക്ഷേമ പെൻഷന്റെ 18 മാസക്കാലത്തെ കുടിശ്ശിക കൊടുക്കാൻ ഒരു മടിയുണ്ടായില്ലെന്ന് മാത്രമല്ല, 600 രൂപയുടെ ക്ഷേമ പെൻഷൻ 600-ൽ നിന്ന് 700-ലേക്ക്, 700-ൽ നിന്ന് 800-ലേക്ക്, 800-ൽ നിന്ന് 1000-ലേക്ക് 1600 രൂപയായി കേരളത്തിലെ 62 ലക്ഷം വരുന്ന സാധാരണ മനുഷ്യരുടെ വീടുകൾ എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ച ഗവൺമെന്റിന് ഈ കേരളത്തിലും ഇന്ത്യയിലും ഒരു പേരേയുള്ളൂ, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് തന്നെയാണ്. എന്നാൽ ആ ഗവൺമെന്റ് കൊടുക്കുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ മുടക്കാൻ കേരളത്തിലെ ഗവൺമെന്റിന് കൊടുക്കാൻ ഔപചാരികമായിട്ടുള്ള തുകയിൽ 1,77,000 കോടി രൂപ കേരളത്തിന് കൊടുക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് അങ്ങ് നിർബന്ധം പിടിക്കുകയാണ്. 5 മാസക്കാലത്തെ ക്ഷേമ പെൻഷൻ അതിന്റെ പേരിൽ മുടങ്ങേണ്ടി വന്നു. എന്നാൽ ആ ക്ഷേമ പെൻഷനിൽ 3 മാസക്കാലത്തെ ക്ഷേമ പെൻഷനും കൊടുത്തു തീർത്തു എന്ന് മാത്രമല്ല, 1600 രൂപ ഇനി മുടങ്ങാതെ കൊടുക്കുമെന്ന് മാത്രമല്ല, കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു 2021 പ്രകടന പത്രികയിൽ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ എത്ര രൂപയായി വിതരണം ചെയ്യുമെന്നാണോ കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞത്, അത്രയും രൂപയായി കേരളത്തിലെ 62 ലക്ഷം മനുഷ്യരുടെ കയ്യിൽ കൊടുത്തായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ 5 വർഷക്കാലത്തെ ഭരണം അവസാനിപ്പിക്കുക എന്ന് ഏറ്റവും അഭിമാനത്തോടെ കേരളത്തിൽ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചില്ലേ. കേരളത്തിലെ ഗവൺമെന്റിന് തരാനുള്ള പണം കൊടുക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ചത്. ആ ഫണ്ട് ബോർഡത്തിന് കേരളത്തിലെ പ്ലാൻ ഫണ്ടിൽ തരാനുള്ള പണം കേന്ദ്ര ഗവൺമെന്റ് തന്നില്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ബോർഡ് രൂപീകരിച്ച് ആ പെൻഷൻ ഫണ്ട് ബോർഡിലേക്ക് കടം പേടിക്കാനുള്ള അധികാരം കൊടുത്ത് ആ കടം പേടിക്കുന്ന സംഖ്യയ്ക്ക് ഗവൺമെന്റ് ഗ്യാരണ്ടി കൊടുത്ത് അങ്ങനെ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിലെത്തിക്കാൻ ഈ കേരളത്തിലെ ഗവൺമെന്റ് നിശ്ചയിച്ചു. ആ പെൻഷൻ ഫണ്ട് ബോർഡ് മേടിക്കുന്ന പണം കേരളത്തിലെ കടമെടുക്കാനുള്ള പരിധിയുടെ ഭാഗമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ ബോധപൂർവം തടഞ്ഞുവെക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമല്ലേ. തൃശൂരിന്റെ MP ആയിട്ടുള്ളൊരു കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം ഇപ്പൊ പ്രഖ്യാപിക്കുന്നത് ഒരു കോളനിയിൽ വന്നിട്ട്, ഞങ്ങളുടെ നാട്ടിലൊരു കോളനിയിൽ വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വീടില്ലാത്ത മനുഷ്യർ ഈ കേരളത്തിലുണ്ടോ? എനിക്ക് അത്ഭുതം തോന്നുന്നു. വീടില്ലാത്ത മനുഷ്യർ കേരളത്തിലുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പദ്ധതിയുണ്ട്, PMAY, പ്രൈം മിനിസ്റ്റർ ആവാസ് യോജന. കേട്ടാ തോന്നും പ്രൈം മിനിസ്റ്റർ ആവാസ് യോജനയിൽ പേര് കൊടുത്താൽ അപ്പ വീട് പണിതു തരും. PMAY എന്ന പദ്ധതിയിൽ ഒരു പഞ്ചായത്തിൽ ഒരാളുടെ പേര് ഉൾപ്പെട്ടാൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ആകെ സംഖ്യ 72,000 രൂപയാണ്. നമ്മുടെ കേരളത്തിൽ ലൈഫിലൂടെ വീട് പണിതു കൊടുക്കാൻ കേരളം ചെലവഴിക്കുന്ന സംഖ്യ 4 ലക്ഷം രൂപയാണെന്നിരിക്കെ കേരളത്തിൽ PMAY പദ്ധതിയിൽ ഒരു വീട് കൊടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് 72,000 രൂപയാണ്. കേരള ഗവൺമെന്റ് പറഞ്ഞു 72,000 എങ്കിൽ 72,000, ബാക്കി 3,28,000 ഞങ്ങൾ മുടക്കാം. എന്നാലും 4 ലക്ഷം രൂപയുടെ ഒരു വീട് പണിതു കൊടുക്കാമല്ലോ. 72,000 എങ്കിൽ 72,000 ഞങ്ങൾ സമ്മതിക്കുന്നു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത് 72,000 രൂപ ഞങ്ങൾ കൊടുക്കും എന്ന് മാത്രമല്ല, 72,000 രൂപയിൽ ബാക്കി 3,28,000 നിങ്ങൾ കൊടുക്കും എന്ന് മാത്രമല്ല, ആ വീട് പണിതു കഴിഞ്ഞാൽ ഞങ്ങൾ 72,000 രൂപ കൊടുത്ത് നിങ്ങൾ ഉണ്ടാക്കിയ വീടിന്റെ കട്ടളപ്പടിയുടെ വലതുഭാഗത്ത് താടി വെച്ച മോദിയുടെ ഒരു വലിയ പടവും പിന്നെ PMAY എന്നൊരു ചുമരെഴുത്തും വേണം. സൗകര്യമില്ല കേരളത്തിന് എന്ന് കേരളം അങ്ങ് പച്ചയ്ക്ക് പറഞ്ഞു. ഈ നാട്ടിൽ 4 ലക്ഷം രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ലൈഫ് വീടിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബ്രാൻഡിംഗ് ഉണ്ടോ? ഗവൺമെന്റിന്റെ പേരില്ല, പടമില്ല, മുഖ്യമന്ത്രിയുടെ പടമില്ല, മുഖ്യമന്ത്രിയുടെ പേരില്ല, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരില്ല. കേന്ദ്ര ഗവൺമെന്റ് ബോധപൂർവമായ ബ്രാൻഡിംഗ് നടത്തി കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശങ്ങളിൽ പോലും ഇടപെട്ട് കേരളത്തിലൊരു പുതിയ പദ്ധതിയും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കേരളം.
ഇപ്പൊ കേരളം ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ പറയുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ വിഴിഞ്ഞം പദ്ധതി. വിഴിഞ്ഞം പദ്ധതി കേരളം ഇപ്പൊ രൂപീകരിച്ചു. ഒരുപക്ഷേ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആഴത്തിൽ കപ്പലുകൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന മദർ പോർട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കി. അത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് ആ പോർട്ട് ലോകത്തിന് സമർപ്പിക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവിടെ വന്നു. ഞങ്ങൾക്കൊരു തർക്കവും ഉണ്ടായില്ല. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വിഴിഞ്ഞത്ത് പോർട്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള ചടങ്ങ് വരുമ്പോ 11 മണിക്കാണ് പ്രധാനമന്ത്രി തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതെങ്കിൽ 8:45 മുതൽ ഏതാണ്ട് 160 കിലോ ഭാരമുള്ള ഒരുത്തൻ ഈ വേദിയിൽ അങ്ങ് കയറിയിരിക്കുകയാണ്. വേദിയിൽ കയറിയിരിക്കുന്നു എന്ന് മാത്രമല്ല 12 തവണ മൂപ്പര് മുദ്രാവാക്യവും വിളിച്ചു കൊടുക്കുകയാണ്. എന്താണ് മുദ്രാവാക്യം? നന്ദി മോദി നന്ദി. എന്തിനാ നന്ദി? ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് 2.5 മണിക്കൂർ മുമ്പ് സ്റ്റേജിൽ കയറിയിരുന്ന് കണ്ടിരിക്കുന്ന കാണികൾക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു. നന്ദി മോദി നന്ദി. മോദിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ വിഴിഞ്ഞത്തെ പദ്ധതിയിൽ? വിഴിഞ്ഞത്ത് മദർ പോർട്ട് രൂപീകരിക്കാൻ ആകെ ചെലവ് വന്ന സംഖ്യ 8,867 കോടി രൂപ. അതിൽ കേന്ദ്ര ഗവൺമെന്റ് മുടക്കിയ സംഖ്യ 5,595 കോടി രൂപ. അദാനി എന്ന തേർഡ് പാർട്ട്ണർ ചെലവഴിച്ച സംഖ്യ 2,454 കോടി രൂപ. കേന്ദ്ര ഗവൺമെന്റിന്റെ സംഭാവന എന്താ? കേന്ദ്ര ഗവൺമെന്റിന്റെ സംഭാവന വയബിൾ ഗ്യാപ്പ് ഫണ്ട് എന്ന 9% ലോണിന് കേവലം 817 കോടി രൂപ കേരളത്തിന് ലോണായി കൊടുത്തതൊഴിച്ചാൽ അതിനൊരു സബ്സിഡി പോലും തരാത്ത വിധത്തിൽ കേരളത്തിൽ 5,095 കോടി രൂപ കേരളം അതിന്റെ ഖജനാവിൽ നിന്നെടുത്തു കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത വിഴിഞ്ഞം പദ്ധതി പോലും അട്ടിമറിക്കാൻ എത്രയോ തവണ അപമാനകരമായ അനുഭവങ്ങളിലൂടെ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഈ വരുന്ന ജൂലൈ 30 ഒരു വയസ്സു തികയുകയാണ്. വയനാട്ടിലെ ചൂരൽമലയിൽ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന പുഞ്ചിരിമുറ്റവും മുണ്ടക്കയും അട്ടാമലയും ആറാമലയും ഉൾപ്പെടുന്ന ചൂരൽമല എന്ന പ്രദേശം ഒരു ചതുരശ്ര കിലോമീറ്ററിനകത്ത് 298 മനുഷ്യൻ മരണത്തെ പുൽകേണ്ടി വന്ന അതിഭീകരമായ ദുരന്തം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയുടെ സമീപ ഭൂതകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ദുരന്തം. ഒരു ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ 6 ലക്ഷം മെട്രിക് ടൺ ചളി രൂപീകരിക്കപ്പെട്ട ഒരു ദുരന്തം. ആ ദുരന്തമുണ്ടായി 11ാം ദിവസം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ 11ാം ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേർന്നു. കൽപ്പറ്റയിൽ SKMJ സ്കൂളിൽ എത്തിച്ചേർന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കരമാർഗം പട്ടാളമുണ്ടാക്കിയ ബെയിലി പാലം പോയി കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ വെള്ളാർമല സ്കൂളിലേക്ക് 100 മീറ്റർ നടന്ന് സ്കൂൾ കണ്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചു വരുന്ന നേരത്ത് മേപ്പാടി ഗവൺമെന്റ് ആശുപത്രിയിൽ ചെന്ന് 2.5 വയസ്സായ നൈസമോൾ എന്ന കുഞ്ഞിനെ എടുത്ത് ഓമനിക്കുന്ന ചിത്രം ഇന്ത്യ രാജ്യത്തെ മാത്രമല്ല ലോകത്തിലെ ലിഖിതമായ ഭാഷകളിൽ ഇറക്കിയ എല്ലാ പത്രങ്ങളുടെയും 1ാമത്തെ പേജിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പത്രത്തിനെല്ലാം ഒറ്റയടിക്കുറിപ്പ്. ആ പത്രങ്ങളുടെ എല്ലാം അടിക്കുറിപ്പ് ദുരന്ത ഭൂമിയിൽ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കളിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതായിരുന്നു. ഒരു മാസക്കാലം കഴിയുമ്പോൾ കേരളം തിരിച്ചറിയുകയാണ്. ആഗസ്റ്റ് 11ാം തീയതി മേപ്പാടിയിലെ ആശുപത്രിയിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി കളിപ്പിച്ചത് 2.5 വയസ്സുള്ള കുഞ്ഞിനെയല്ല, 3.5 കോടി മൂക്ക് താഴോട്ട് നീണ്ട മലയാളികളെ കളിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 1 രൂപ പോലും ഇതുവരെ ഈ കേരളത്തിന് നൽകാൻ തയ്യാറായില്ല. എന്തേ കേരളം ചെയ്ത കുറ്റം? മലയാള ഭാഷ സംസാരിക്കുന്ന ഇന്ത്യയുടെ തെക്കുഭാഗത്തുള്ള കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ? കേരളം എന്ന കൊച്ചു സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമല്ലേ? സാധാരണ നിലയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യയുടെ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടത് ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടത്തിൽ 3 കാര്യങ്ങളിലാണ്.
അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ മഹാദുരന്തം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായ വെള്ളാർമലയിലെ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമായ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ, അതിതീവ്ര ദുരന്തമായ പട്ടികയിൽ ഉൾപ്പെടുത്തണം. ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ ആ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിൽ ദുരന്ത നിവാരണ ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം അതിന്റെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ ഈ ദുരന്തത്തിൽ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ സെക്ഷൻ 13 പ്രകാരമുള്ള അവകാശം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഉപയോഗിക്കണം. ഇതാണ് കേരളം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യർ പല കാര്യങ്ങൾക്കായി അവരെടുത്ത ലോണുകളിൽ ഉണ്ടാക്കപ്പെട്ട സ്ഥിരമായ കടങ്ങൾ അതെഴുതിത്തള്ളാൻ ഇന്ത്യ രാജ്യത്തെ പാർലമെന്റ് ഏകകണ്ഠമായി അംഗീകരിച്ച ഒരു നിയമപ്രകാരം വകുപ്പുണ്ടെന്നിരിക്കെ ആ കടമെഴുതാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് വിനിയോഗിക്കാതിരിക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ആഗസ്റ്റ് മാസം 24-ാം തീയതി സുമോമോട്ടോ കേസെടുത്ത കേരളത്തിലെ ഹൈക്കോടതി കേന്ദ്ര ഗവൺമെന്റിന്റെ സോളിസിറ്റർ ജനറലിനോട് പറഞ്ഞു, ഈ കടമെഴുതി തള്ളാനുള്ള നടപടി അടിയന്തരമായി ഗവൺമെന്റ് എടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് ഓരോ മാസവും തുടർച്ചയായി ഞങ്ങളത് പരിശോധിക്കും എന്ന് പറഞ്ഞതല്ലാതെ 9 മാസക്കാലം അക്കാര്യത്തിൽ ഒരു നിലപാടുമെടുക്കാത്ത കേന്ദ്ര ഗവൺമെന്റ് ഇതാ ഈ മാസം ജൂൺ 10-ന്, കഴിഞ്ഞ മാസം ജൂൺ 10-ന് കേരളത്തിന്റെ ഹൈക്കോടതിക്ക് മുമ്പാകെ കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്നു, സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ പാർലമെന്റ് പിൻവലിച്ചു. എത്ര അപമാനകരം, എത്ര ദ്രോഹകരം, എത്ര ശത്രുതാപരം! കേരളത്തിലെ മേപ്പാടിയിലെ പാവപ്പെട്ട മനുഷ്യരുടെ 32 കോടി രൂപയുടെ കടമെഴുതി തള്ളാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ഗവൺമെന്റുകളെ സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ ഗവൺമെന്റുകൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു നിയമം തന്നെ പിൻവലിക്കാൻ എന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം? കേരളത്തെ തകർക്കുക, അതല്ലേ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യം? കേരളത്തെ മാത്രമല്ല, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ തകർക്കുക. ഈ കേരളം ചെയ്ത കുറ്റമെന്താണ്? ഈ വരുന്ന നവംബർ 1-ാം തീയതി കേരളത്തിന്റെ പിറവി ദിനമാണ്. ആ കേരളത്തിന്റെ പിറവി ദിനത്തിൽ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിന്റെ പിറവി ദിനമായിട്ടുള്ള നവംബർ 1-ന് കഴിഞ്ഞ 2021 മെയ് മാസം 20-ാം തീയതി ചേർന്ന ക്യാബിനറ്റ് നിശ്ചയിച്ചതനുസരിച്ച് 4.5 വർഷക്കാലം തുടർച്ചയായ പ്രവർത്തനം നടത്തി. ഈ നവംബർ 1-ാം തീയതി ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, കേരളത്തിലെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പറയുന്നു, നവംബർ 1-ാം തീയതി കേരളത്തിന്റെ തലയ്ക്കുമീതെ സൂര്യൻ എത്ര വലിയ വെളിച്ചത്തോടെ ഉദിച്ച് പ്രസരിപ്പിച്ചാലും അതിദരിദ്രനായ ഒരു മനുഷ്യനെ പോലും കണ്ടെത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ ഈ കൊച്ചു കേരളം മാറാൻ പോവുകയാണ് എന്ന അഭിമാനകാര്യം ഈ കേരളം കാണുകയാണ്. അതിദരിദ്രനായ ഒരു മനുഷ്യനുമില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മെയ് മാസത്തോടെ കേരളത്തിൽ ഈ ഗവൺമെന്റ് 9 വർഷക്കാലത്തിനിടയിൽ കൊടുത്ത പട്ടയങ്ങളുടെ എണ്ണം 4,09,995 ഉയർന്നിരിക്കുന്നു. എന്താണ് അതിന്റെ അർത്ഥം? 2016-ൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോ ആരധികാരത്തിൽ വന്നിട്ട് എനിക്കെന്തു കാര്യം തമ്പുരാനെ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന 1, 2, 5, 10 പ്രിയപ്പെട്ടവരെ, 2016-ൽ സ്വന്തമായി കിടന്നുറങ്ങാൻ, മരിച്ചാൽ കുഴിച്ചിടാൻ 6 അടി മണ്ണ് സ്വന്തമല്ലാത്തിരുന്ന 4,09,000 മനുഷ്യർ ഈ കാലത്ത് ഭൂമിയുടെ ഉടമകളായി മാറിയ അഭിമാനകരമായ വസ്തുതയ്ക്ക് ഈ കേരളം സാക്ഷ്യം വഹിച്ചു.
കേരളത്തിൽ ലൈഫിലൂടെ സൃഷ്ടിക്കപ്പെട്ട വീടുകളുടെ എണ്ണം 4,54,000 കേരളത്തിൽ ഉയർന്നു വന്നു. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലം കണ്ട ദുരന്തങ്ങളുടെ തീമഴ, ഓക്കിയാകട്ടെ, നിപ്പയാകട്ടെ, 2018-ലെയും 19-ലെയും പ്രളയമാകട്ടെ, 2020-ലും 21-ലും ആർത്തലച്ചു വന്ന കോവിഡ് ആകട്ടെ, ഈ കേരളം ദുരന്തങ്ങളുടെ പർവ്വങ്ങളിലൂടെ നടന്നു പോകുമ്പോ ലോകത്തിന്റെ മുമ്പിൽ ദുരന്തങ്ങളെ അതിജീവിക്കാൻ അത്ഭുതകരമായ ഇടപെടൽ നടത്താൻ പറ്റുന്ന ലോകത്തിനു മാതൃകയായ ഒരു സംസ്ഥാനമായി ഈ കേരളം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തേരിലേറി ഒരുപക്ഷെ നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ നേട്ടങ്ങളുടെയും അഭിമാനകരമായ കെട്ടിടങ്ങളുടെയും വഴികളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കണ്ടു. ചിലപ്പോ സർക്കാർ സ്കൂളുകളൊക്കെ ഉദ്ഘാടനം ചെയ്ത് നാടമുറിക്കുമ്പോ ഈ സ്കൂളിലൊന്ന് 5ാം ക്ലാസ്സിൽ ചേർന്നാലോ എന്ന് മന്ത്രിമാർക്ക് പോലും തോന്നുന്ന വിധത്തിൽ കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ അഭിമാനകരമായ വളർച്ചയുടെ കേന്ദ്രങ്ങളായി നമ്മുടെ നാട്ടിൽ മാറി. 45,000 സ്മാർട്ട് ക്ലാസ് മുറികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പള്ളിക്കൂടങ്ങൾ അൺഎയ്ഡഡ് മേഖലയിലെ സ്കൂളുകളെ വെല്ലുവിളിക്കുന്ന വിധത്തിലും സ്വഭാവത്തിലും കേരളത്തിൽ മാറിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ഈ 9 വർഷക്കാലത്തിനിടയിലാണ്. നമുക്കറിയാം, കേരളത്തിലൊരു ഇരുണ്ട ചരിത്രമുണ്ടായിരുന്നു. പഞ്ചമി എന്ന പാവപ്പെട്ട കുട്ടിക്ക് അക്ഷരം പഠിക്കാൻ ഒടുങ്ങാത്ത ദാഹവും അടങ്ങാത്ത അഭിനിവേശവുമായി ഊരൂട്ടമ്പലത്തിലെ പള്ളിക്കൂടത്തിൽ പോയ പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ അക്ഷരം പഠിപ്പിച്ചു എന്ന ഒറ്റക്കാരണത്താൽ ആ പള്ളിക്കൂടത്തിന്റെ ക്ലാസ് മുറിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു എന്ന് മാത്രമല്ല, അന്ന് അർദ്ധരാത്രിയിൽ പിന്നോക്കക്കാരിയായ പഞ്ചമിക്ക് അക്ഷരം പറഞ്ഞുകൊടുത്ത ഊരൂട്ടമ്പലത്തിലെ സ്കൂൾ അഗ്നിക്കിരയായ അപമാനകരമായ ചരിത്രത്തിന് ഈ കേരളം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന ഉത്തരവാദിത്വ ബോധത്തോടെ പറയട്ടെ, പഞ്ചമിയെ അക്ഷരം പഠിപ്പിച്ചു എന്ന ഒറ്റക്കാരണത്താൽ അഗ്നിക്കിരയായ ഊരൂട്ടമ്പലത്തെ സ്കൂൾ, ഊരൂട്ടമ്പലത്തെ പഴയ സ്കൂൾ ഈ ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ തേരിലേറി 3 നിലകളിൽ 5 കോടി രൂപ ചെലവഴിച്ച് മനോഹരമായ സ്കൂളായി മാറിയെന്ന് മാത്രമല്ല, പഞ്ചമിക്ക് അക്ഷരം പഠിക്കാൻ അനുവാദം കൊടുക്കാത്ത പള്ളിക്കൂടം 5 കോടി രൂപയുടെ നിറവിൽ ഇന്ന് പുതിയ പേരിലേക്ക് മാറിയിരിക്കുന്നു. മഹാത്മാ അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് ഇന്ന് ഊരൂട്ടമ്പലത്തിലെ ആ സ്കൂളിന്റെ പേര്. ഈ വികസനം നടന്ന നാടിന്റെ പേര് കേരളം എന്നല്ലാതെ മറ്റേതാണ്? കേരളത്തിന്റെ ആരോഗ്യ മേഖല പല വിധത്തിലുള്ള തർക്കങ്ങളെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ലേ? കോവിഡ് കാലത്ത് ലോകം മുഴുവൻ കേരളത്തിലേക്ക് വരികയല്ലേ? കേരളത്തിൽ ഇവിടെ വന്നാൽ ജീവിതം സുരക്ഷിതമാണ് എന്ന് തിരിച്ചറിയുകയല്ലേ? കേരളത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിയ ഒരു കാലം. ഞാൻ കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിലെ ഏറ്റവും ജനകീയമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ജനറൽ ആശുപത്രിയിലെ കാത്ത് ലാബിലേക്ക് ഒന്ന് പോകേണ്ട സ്ഥിതിയുണ്ടായി. നമ്മുടെ പാർട്ടിയുടെ പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുള്ള സനലിന്റെ അമ്മയ്ക്ക് ഒരു ഹൃദയാഘാതം വന്നതിനെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചപ്പോ അവരെ കാണാൻ വേണ്ടി പോയതാണ് ഞാനവിടെ എത്തിയപ്പോ അവിടത്തെ ഡോക്ടർ പറഞ്ഞു, വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ, അഭിമാനം പുരസ്കരിക്കുന്ന മിഴികളോടെ ഞങ്ങളോട് പറഞ്ഞു, മന്ത്രി വന്ന ഇന്നത്തെ ദിവസത്തിന് ഞങ്ങളുടെ ജനറൽ ആശുപത്രിയിൽ ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ കാത്ത് ലാബിൽ 2000ാമത്തെ പ്രൊസീജിയർ നടത്തിയ ദിവസമാണ്. 2000 ആൻജിയോപ്ലാസ്റ്റി തൃശൂർ ജില്ലയിലെ ജനറൽ ആശുപത്രി പിന്നിട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആശുപത്രികളിൽ ഈ ചെറിയ കാലം കൊണ്ട് നാം ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളുടെ നിറവ് ചെറുതായിരുന്നില്ല. കേരളത്തിന്റെ കാർഷിക മേഖലകളിൽ സമാനതകളില്ലാത്ത മാറ്റത്തിന് വഴിവെളിച്ച 2 സർക്കാരുകൾ,
അത് നെല്ലിന്റെ ഉൽപാദനത്തിലെ വർധനവ്, പച്ചക്കറിയുടെ സ്വയം പര്യാപ്തത, കേരളത്തിന്റെ കാർഷിക മേഖലകളിൽ നവനവങ്ങളായ മാറ്റങ്ങൾ, വിള ഇൻഷുറൻസ് പദ്ധതി, ഈ കേരളത്തിലെ വിളയിടങ്ങളിലേക്ക് അതിന്റെ പ്ലാൻ മാറ്റുന്ന സമാനതകളില്ലാത്ത നേട്ടങ്ങൾ, കേരളത്തിന്റെ കാർഷിക മേഖലയിലെ വലിയ ഇടപെടൽ നമ്മുടെ നാട് കണ്ടു. കേരളത്തിന്റെ പൊതുവിതരണ രംഗം, ഭക്ഷ്യവിതരണ രംഗം ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ലോകം വിലക്കയറ്റത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന നേരത്ത് ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുക എന്ന് മാത്രമല്ല, ഇന്ത്യക്കു മാതൃകയായ പൊതുഭക്ഷ്യ വിതരണ രംഗത്ത് കേരളത്തിൽ അവതരിപ്പിച്ച ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഈ നേട്ടങ്ങളെല്ലാം സമാഹരിച്ച കേരളത്തെ ഏതെല്ലാം വിധത്തിൽ അട്ടിമറിക്കാമോ ആ വിധത്തിലെല്ലാം അട്ടിമറിച്ച് കേരളത്തെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ പിന്നിൽ എന്താണ്? കേരളം നേടിയ ഈ നേട്ടങ്ങളെ ഇല്ലാതാക്കണം. കേരളം നേടിയ ലോകത്തിന്റെ മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ട ഈ മാറ്റങ്ങളെ ഇല്ലാതാക്കണം. ആ മാറ്റങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമകരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണ ഏജൻസികളെയും സാമ്പത്തിക സംവിധാനങ്ങളെയും ഗവർണർമാരെയുമാണ് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ അപ്പുറത്തു നിൽക്കുന്ന എല്ലാ വർഗീയ ശക്തികളുടെയും ധ്രുവീകരണത്തെ ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കേരളം അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അയ്യങ്കാവ് മൈതാനത്തിന്റെ ചരിത്രം ഇവിടെ സുധീഷ് നിങ്ങളോട് വിശദീകരിച്ചു. കുട്ടംകുളത്തിന്റെ സമരകേന്ദ്രത്തിൽ നിന്ന് നാം പുറപ്പെട്ടു. 989 വിമോചന സമരത്തിന്റെ പുതിയ പതിപ്പ് ഈ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന നടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 59 കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ട വിമോചന സമരത്തിന്റെ വഴികളിലൂടെ ഭരണഘടനയുടെ 359 വകുപ്പിനെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിച്ചവർ ഈ കേരളത്തിൽ ഗവർണറെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു ഗവൺമെന്റിനെ അസ്ഥിരീകരിക്കാനുള്ള ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അന്ന് വിളിച്ചതേ മുദ്രാവാക്യങ്ങൾ ഈ കേരളത്തിൽ വീണ്ടും വിളിക്കാൻ അവർ തയ്യാറെടുക്കുന്നു. ഇരിഞ്ഞാലക്കുട നടക്കുന്ന പാർട്ടി സമ്മേളനത്തിന്റെ മുന്നോടിയായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ട കുട്ടംകുളം സമരത്തിന്റെ പഴയ ചരിത്രം നമ്മൾ ആവർത്തിച്ചു. ആ വിമോചന സമരത്തിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ: ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാടു ഭരിക്കട്ടെ, തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞു കുടിപ്പിക്കും. ആരെക്കുറിച്ചാണ് ആ മുദ്രാവാക്യം? തമ്പ്രാനെന്ന് വിളിപ്പിക്കും, പാളയിൽ കഞ്ഞു കുടിപ്പിക്കും എന്ന് വിളിച്ചവർ. ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാടു ഭരിക്കട്ടെ എന്ന മുദ്രാവാക്യം വിളിച്ചവർ ആരായിരുന്നു? ആ ചാത്തൻ കേവലം ഒരു പേരു മാത്രമായിരുന്നില്ല, ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിരുന്നു. നാളെ ആരംഭിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സമ്മേളന നഗരിയുടെ പേര് സഖാവ് പി.കെ. ചത്തൻ മാസ്റ്ററുടെ പേരിലാണ്. 1957 തിരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കേരളത്തിന്റെ MLA ആയി CPIയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിൽ 11 മന്ത്രിമാരിൽ ഒരാളായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പിന്റെയും ചുമതലക്കാരനായി ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അധസ്ഥിതനും അടിയാളനും ആദിവാസിയും അധകൃതനുമായി സമൂഹത്തിന്റെ ഓരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ജനവിഭാഗത്തെ ചെങ്കൊടിയുടെ പിന്നിൽ അണിനിരത്തി കേരളം കണ്ട മഹാസമരങ്ങളുടെ മുമ്പിലേക്ക് നയിച്ച സഖാവ് പി.കെ. ചത്തൻ മാസ്റ്റർ. ചാത്തൻ മാഷ് മന്ത്രിയായപ്പോ കേരളത്തിലെ വിമോചന സമരക്കാർക്ക് സഹിക്കുന്നില്ല. ചാത്തൻ പൂട്ടാൻ പോകട്ടെ, ചാക്കോ നാടു ഭരിക്കട്ടെ. ആ മുദ്രാവാക്യക്കാരാണ് വേടനു പാടാൻ പാടില്ല എന്ന് ഈ കേരളത്തിൽ പ്രഖ്യാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞങ്ങൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിഷമമിപ്പിക്കുന്ന ശശികല ടീച്ചർമാരുടെ മുമ്പിൽ ശിരസുയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നുണ്ട്, ഈ കേരളത്തിൽ ആരുടെയെങ്കിലും വായടയ്ക്കാനാണ് നിങ്ങൾ വർഗീയ വിഷം ശമിക്കുന്ന നാവുകൾ കൊണ്ട് ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വേടനെ പാടിപ്പിക്കും, വേടന്റെ പാട്ട് കേൾക്കും, വേടനോടൊപ്പം പാടും. നിങ്ങളുടെ ശബ്ദങ്ങൾക്കെതിരായി ഞങ്ങൾ മുദ്രാവാക്യം കൊണ്ടും പാട്ടുകൊണ്ടും മറുപടി കൊടുക്കും. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി.
വിമോചന സമരത്തിന്റെ പുതിയ കഥ കേരളത്തിൽ രചിക്കുകയാണ്. വിഴിഞ്ഞം പോർട്ടും സയൻസ് പാർക്കും ലൈഫ് പാർക്കും മെട്രോ വാട്ടർ മെട്രോയും ദേശീയപാതയും മുതൽ ലൈഫ് പദ്ധതിയും ഭൂമി വിതരണവും അതിദരിദ്രരില്ലാത്ത കേരളവും സൃഷ്ടിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ഗൂഢാലോചനകൾക്കെതിരായി കേരളത്തിൽ അതിശക്തമായ ജനവികാരം ഉയർന്നു വരിക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ 25ാമത് പാർട്ടി കോൺഗ്രസിലൂടെ അനീതിക്കെതിരായിട്ടുള്ള ശബ്ദത്തിന്റെ കരുത്ത് വീണ്ടും വർദ്ധിപ്പിക്കാൻ നിശ്ചയിക്കുകയാണ്. കേരളം ഏതെങ്കിലും വിധത്തിൽ ഇന്ത്യ രാജ്യത്തെ തമ്പുരാനെന്ന് വിളിക്കപ്പെടുന്ന ജാതിക്കോമരങ്ങളുടെയും വർഗീയ ഭ്രാന്തന്മാരുടെയും തിട്ടൂരങ്ങൾക്ക് വിധേയമാകുന്ന പ്രശ്നമില്ല. സ്വാതന്ത്ര്യാനന്തര ഭാരതം ഉയർത്തിപ്പിടിച്ച സമുജ്വലങ്ങളായിട്ടുള്ള മുദ്രാവാക്യങ്ങളുണ്ട് ഇന്ത്യയിൽ. കേരളത്തിലെ ഗവർണർ ചോദിക്കുന്നു, ഈ നാട്ടിലെ മന്ത്രിമാരുടെ മനോവികാരം എന്താണ്? മന്ത്രിമാരുടെ മനോവികാരം അറിയണമെങ്കിൽ കേരളത്തിലെ കേരളത്തിലെ ഭരണകൂടത്തിന്റെ വികാരമറിയാൻ ഗവർണർമാർക്ക് ഏതെങ്കിലും വിധത്തിൽ ഭരണഘടന വായിച്ചതുകൊണ്ട് കാര്യമാകില്ല. ഭരണഘടനയെ വായിക്കാനുള്ള ഭാഷയല്ല അറിയേണ്ടത്. ആ ഭരണഘടന നിലവിൽ വരുന്നതിനു വേണ്ടി, ആ ഭരണഘടന നമ്മുടെ നാട്ടിൽ നിലവിൽ വരുന്നതിനു വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ സമാനതകളില്ലാത്ത മണ്ണിൽ ജീവത്യാഗം ചെയ്ത ഒരു തലമുറ കാരാഗൃഹങ്ങളിൽ അടയ്ക്കപ്പെടുമ്പോഴും തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടുമ്പോഴും കുതിരപ്പട്ടാളത്തിന്റെ അതിക്രൂരമായ നർദ്ദനം കൊണ്ട് അസ്ഥികൾ തകരുമ്പോഴും ഇൻകുലാബിന്റെ മന്ത്രാക്ഷരി വിളിച്ചു മരിച്ച ഒരു ജനത ഈ നാടിനു വേണ്ടി ഭരണഘടനയെ അവതരിപ്പിക്കാനും അവസരമുണ്ടാകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിനു വേണ്ടി നടത്തിയ സമാനതകളില്ലാത്ത സമരങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ ഉണ്ടാകണം. ആ ഓർമ്മപ്പെടുത്തലുകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ കടല് കടത്തി അവന്റെ നാട്ടിലേക്ക് പലായനം ചെയ്യിക്കാനുള്ള പോരാട്ടത്തിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു തലമുറയുടെ മഹത്തായ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ അന്ത്യം കുറിക്കാനുള്ള പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഗവൺമെന്റ് ഫാസിസ്റ്റ് ഗവൺമെന്റ് ആണോ എന്നറിയാൻ ഒരു രാഷ്ട്രീയ ലബോറട്ടറികളിലും ഇനി പോകേണ്ട ആവശ്യമുണ്ടാകില്ല. ലോകത്തുള്ള എല്ലാ ഫാസിസ്റ്റ് ഗവൺമെന്റുകളുടെയും നയതന്ത്രജ്ഞത പോലെ, ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ സ്ട്രാറ്റജി പോലെ തികച്ചും ഫാസിസ്റ്റായ ഒരു ഭരണകൂടത്തിന്റെ കീഴ്വഴക്കങ്ങൾക്ക് വിധേയമാകുന്ന ഇന്ത്യ ഗവൺമെന്റ് അതിനെ തകർക്കാൻ, അതിന്റെ അഹങ്കാരം തകർക്കാൻ കഴിയുന്ന കരുത്തുമായി ഇന്ത്യയിൽ മുന്നോട്ടു പോകാൻ ഉള്ളവരെ കുട്ടി ഉള്ളിടത്ത്, ഈ ചെങ്കൊടി ഉള്ളിടത്തോളം കാലം ഞങ്ങൾ നിലനിൽക്കുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം 25ാമത് പാർട്ടി കോൺഗ്രസ് പ്രഖ്യാപിക്കും. ആ പ്രഖ്യാപനത്തിന്റെ കരുത്ത് പകരുന്ന ഈ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവരെയും സ്നേഹപൂർവ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിന് വേണ്ടി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചേരേണ്ടിയിരുന്ന മലയാളത്തിന്റെ അഭിമാനം, ചെറുതും വലുതുമായ എത്രയോ സിനിമകളിലൂടെ കേരളത്തിന്റെ അഭ്രപാളികളിലേക്ക് കടന്നു വന്ന് മലയാളത്തിന്റെ അഭിമാനമായി, മലയാളത്തിന്റെ അഹങ്കാരമായി മാറിക്കഴിഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട ഇന്ദ്രൻസ്, എത്രയോ വലിയ അവാർഡുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട അഭിനേതാവായി മാറി സാധാരണക്കാരനായ മനുഷ്യന്റെ ശബ്ദത്തെ ഏറ്റവും കരുത്തോടെ അഭ്രപാളികളിൽ അവതരിപ്പിച്ച അഭിമാനമായ പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. മുഴുവൻ പ്രവർത്തകരും മുന്നോട്ട് കയറിയിരിക്കണം എന്ന് സവിനയം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരുപക്ഷെ മലയാളത്തിന്റെ അഭിനവ തിളവിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച എത്ര കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്നെനിക്കറിയില്ല. ഞാൻ ആ ശ്രമത്തിന് മുതിരുന്നില്ല. മലയാളത്തിന്റെ മനസാക്ഷി കൊടുത്ത നിരവധി അംഗീകാരങ്ങളുടെ കരുത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധമായിട്ടുള്ള
ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട മലയാളത്തിന്റെ അഭിമാനം, ആവേശം, പ്രിയപ്പെട്ട ഇന്ദ്രൻസ് ചേട്ടനെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഊഷ്മളമായി നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട അനുബന്ധ സമ്മേളനം ഇരിങ്ങാലക്കുടക്കാരുടെ അഭിമാനമായിരുന്ന രണ്ട് മഹത് വ്യക്തികളെ നമ്മൾ പ്രത്യേകം സ്മരിക്കുകയുണ്ടായി. അതിലൊന്ന് മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നടൻ സഖാവ് ഇന്നസെന്റിനെ ആയിരുന്നു. രണ്ടാമത് നമ്മൾ സ്മരിച്ചത് മലയാളത്തിന്റെയും ഇന്ത്യയുടെയും തന്നെ ഭാവഗായകനായിരുന്ന ഇരിങ്ങാലക്കുടക്കാരുടെയും നമ്മുടെ ഏവരുടെയും അഭിമാനമായിരുന്ന പി ജയചന്ദ്രനെയുമായിരുന്നു. ഈ രണ്ട് മഹത് വ്യക്തികളെയും ആദരിക്കുന്ന സമ്മേളനം ഈ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിയും പ്രമുഖ നടനുമായ KB ഗണേഷ് കുമാർ ആയിരുന്നു. ആ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരാമെന്ന് നമ്മളോട് ഉറപ്പ് നൽകിയ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മലയാളത്തിന്റെ അഭിമാനമായ സിനിമാ നടൻ ഇന്ദ്രൻസ്, അദ്ദേഹത്തിന്റെ ശാരീരികമായ അവശത, അസുഖം മൂലമുണ്ടായതുകൊണ്ട് ആ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ വന്ന കാര്യം ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. അദ്ദേഹം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് തീർച്ചയായും ഞാൻ എത്തിച്ചേരും, നിങ്ങളെ കാണും, നിങ്ങളോട് രണ്ടു വാക്ക് പറയും എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ആ വാക്ക് പാലിച്ചുകൊണ്ട് മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള നടൻ, നമുക്കെല്ലാവർക്കും അഭിമാനമായിട്ടുള്ള ശ്രീ ഇന്ദ്രൻസ് ഇവിടെ ഈ സമ്മേളനത്തിൽ ഇതാ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ സമ്മേളനം ആരംഭിച്ച് ഏറെ സമയം ആയി എന്നുള്ളത് കൊണ്ട് മറ്റ് നേതാക്കന്മാരൊന്നും തന്നെ ഇവിടെ സംസാരിക്കുന്നില്ല. ഇവിടെ നിങ്ങളെ കണ്ടുകൊണ്ട് നിങ്ങളോട് രണ്ടു വാക്ക് പറഞ്ഞതിന് വേണ്ടി ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ഇന്ദ്രൻസിനോട് ഞാൻ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അദ്ദേഹം ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചതിൽ അദ്ദേഹത്തിനുള്ള ഒരു ആദരവ് നമ്മളിവിടെ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ലഭ്യമായിട്ടുള്ള അവാർഡൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മളിവിടെ അദ്ദേഹത്തെ ആദരിക്കുന്നത്. നമ്മുടെ പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള സഖാവ് K രാജൻ അദ്ദേഹത്തിന് ആദരം നൽകുന്നതാണ്. അദ്ദേഹം നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമസ്തേ എല്ലാവരോടും. ഞാൻ എൻ്റെ ഒരു വിഷമം ആദ്യമേ അറിയിക്കുന്നു. അന്ന് വരാൻ പറ്റാത്തതിൽ, 10-ാം തീയതി വരാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം. എൻ്റെ ഒരു വിഷമം മാറ്റാനാണ് ഇന്നെനിക്കൊരു അവസരം ഞാൻ ചോദിച്ചു വാങ്ങിയത്. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കന്മാര്, മന്ത്രി, MLA സുനിൽകുമാർ സാറൊക്കെ ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നതായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ പറ്റിച്ചല്ലോ എന്ന് മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഇച്ചിരി കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ
സഹാക്കന്മാരെല്ലാരെയും കാണാമായിരുന്നു എന്ന് തോന്നുന്നു. സാരമില്ല, ഇനിയൊരു അവസരത്തിൽ ഞാൻ എത്തിച്ചോളാം. അന്ന് 10-ാം തീയതി എന്തോ ഇവിടെ ഇന്നസെന്റ് ഏട്ടന്റെയും പി ജയചന്ദ്രൻ സാർ അങ്ങനെയുള്ള വലിയ നമ്മുടെ ഗുരുനാഥന്മാരെയൊക്കെ കലാരംഗത്ത് ഞാൻ ആദരിക്കുന്നവരെയൊക്കെ സ്മരിച്ചുകൊണ്ട് ഉള്ളൊരു സദസ്സു കൂടെ ആയിരുന്നു CPIയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതിന്റെ തുടക്കം എന്നോണം കലാകാരന്മാരെ ആദരിച്ചുകൊണ്ടുള്ള ഒരു തുടക്കം. അത് എനിക്ക് തോന്നുന്നു ശരിക്കും CPIക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ എന്ന്. കാരണം അതങ്ങനെയാണ്. ആ ഒരു പ്രസ്ഥാനം വളർന്നു വന്നതും അവര് നിലയുറപ്പിച്ചതും ഇന്ന് നിലനിൽക്കുന്നതും അത്രയും ശക്തമായ കലാപരമായ ഒരു അടിത്തറ ഉള്ളത് കൊണ്ടാണെന്ന് കേരളത്തിലെ എല്ലാ കലാ ആസ്വാദകർക്കും കലാകാരന്മാർക്കും നന്നായി അറിയാം. അതുകൊണ്ടാണ് എനിക്ക് രാവലാതി തോന്നിയത്. ഞാനൊക്കെ ചെറുതിലേ മുതൽ കണ്ടുവരുന്ന കലകള് KPSCയുടെയും അല്ലെങ്കിൽ സാംബശിവ സാറിന്റെയും ഒക്കെ കഥാപ്രസംഗവും അത്തരം അവരുടെ നാടകവും ഒക്കെ കണ്ടുകണ്ടാണ് എനിക്ക് ഒരു പാർട്ടി, അതൊരു വലിയ പ്രസ്ഥാനമാണ്. അത് പിൽക്കാലത്ത് അത് നാടിനെ തന്നെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു ജനമുന്നേറ്റം തന്നെ ഉണ്ടാക്കിയ ഒരു വലിയ പ്രസ്ഥാനമാണ്. അതിന്റെ അവരിലൂടെ കിട്ടിയ ഒരു കലയും ആസ്വാദനവും ഒക്കെയാണ് എന്റെയൊക്കെ പോലുള്ള ഒരുപാട് കലാകാരന്മാരുടെ മനസ്സിൽ അത്തരം കൊതിയുണ്ടാക്കിയതും അവരതിലേക്ക് ചെന്നു ചേർന്നതും ഒക്കെ. അപ്പോൾ അത് ചുമ്മാ ഇന്നത്തെ കാലത്ത് വെറുതെയെങ്കിലും പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു പാർട്ടി അല്ലല്ലോ. അതിനെ ചരിത്രപരമായിട്ട് അവരിൽ എന്തെങ്കിലും നമ്മൾ അവരുടെ തുടക്കത്തിലോ ഒക്കെ എന്തെങ്കിലും വീഴ്ച വന്നാൽ പിന്നെ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. അത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഒരു ആദി തോന്നിയത്. ഇപ്പൊ വലിയ സമാധാനമായി. ഇനി എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം. എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ കണ്ടു. ഞാൻ നിഷേധിയല്ലല്ലോ എന്ന് അവർക്ക് തോന്നണം. എനിക്കിനിയും കലാപരിപാടികളിൽ പങ്കെടുക്കണം, നല്ല സിനിമ ചെയ്യണം. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇതേപോലെ നിൽക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണ വേണം, ഇവരുടെയൊക്കെ പിന്തുണ വേണം. രാഷ്ട്രീയമായൊക്കെ നമ്മളെ കൊതിപ്പിക്കുന്നവരാണ്. അതൊക്കെ അപൂർവം പേരേ ഉള്ളൂ. അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ CPIയുടെ ഈ സംസ്ഥാന സമ്മേളനത്തിന് എനിക്ക് പങ്കുചേരാന് എന്നെ കൂടെ പങ്കെടുപ്പിച്ചതിന് കണ്ണിന് കാണാൻ പോലും ഇല്ലാത്ത എന്നെയും കണ്ടുപിടിച്ച് അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിയതിന് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹാക്കന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിച്ചു. ഇവിടെ നമ്മളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച വളരെ മലയാളത്തിന്റെ പ്രമുഖ നടൻ ഇന്ദ്രൻസിന് ഈ സംഘാടക സമിതിയുടെയും പാർട്ടിയുടെ ജില്ലാ കൗൺസിലിന്റെയും കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഇനി നീട്ടിക്കൊണ്ടുപോകണം എന്ന് നമ്മൾ കരുതുന്നില്ല. ഇവിടെ വളണ്ടിയർ സഖാക്കൾക്കുള്ള ഭക്ഷണം അതാത് മണ്ഡലം ചുമതലക്കാരായിട്ടുള്ള സഖാക്കൾ PJ ജോബിയെ കണ്ടാൽ അവിടെ നിന്ന് അതിന്റെ ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തരും. അതുകൂടി വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ തിരിച്ചു പോകാൻ. ഒരു ബൈക്കിന്റെ ചാവി ഇവിടെ കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥർ ആരാണെന്നുണ്ടെങ്കിൽ അവരിവിടെ വന്നാൽ ആ ചാവി വാങ്ങിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ഈ സമ്മേളനത്തിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഖാവ് P മണിയെ ക്ഷണിക്കുകയാണ്. നിരവധി നേതാക്കന്മാരുണ്ട്. മറ്റുള്ള സഖാക്കളാരും ഇവിടെ ഇനി സംസാരിക്കുന്നില്ല. നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി സഖാവ് P മണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഖാക്കളെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം, അതിന്റെ റെഡ് വോൾഡിയർ പരേഡ് എല്ലാം ഏറ്റവും ആവേശകരമാക്കി മാറ്റിയ മുഴുവൻ പാർട്ടി സഖാക്കൾക്കും റെഡ് വോൾഡിയർ സേനയിലെ മുഴുവൻ അംഗങ്ങൾക്കും ആദ്യമായി സംഘടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരള സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രിയും
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൌൺസിൽ അംഗവുമായിട്ടുള്ള സഖാവ് കെ രാജന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ അധ്യക്ഷത വഹിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, സംഘടക സമിതിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള സഖാവ് കെ കെ വത്സരാജ്, പ്രിയ സഖാവിന് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളെ എല്ലാവരെയും, ബഹുജന സംഘടനാ നേതാക്കളെയും എല്ലാം തന്നെ ഹൃദയപൂർവ്വം സംഘാടക സമിതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. ചാവിയുടെ ആള് ആരംഭിച്ചു.